Hi friends, welcome back to my channel Tins Handworks. ഒരു പ്ലെയിൻ കുർത്തിയിലെ ഒരു സൈഡിലും അതുപോലെ കൈയിലും എംബ്രോയിഡറി ഡിസൈൻ വരുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കാണിച്ചു തരുന്നത്. ഓറഞ്ച് കളർ കുർത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുർത്തിയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. എംബ്രോയിഡറി ബേസിക് സ്റ്റിച്ചസ് ആയ ലീവ് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ലേസി ഡേസി ഫ്ലവേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഡിസൈൻ ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത്. അപ്പോൾ എംബ്രോയിഡറി പഠിക്കുന്നവർക്കും അതുപോലെ ബേസിക് സ്റ്റിച്ചസ് മാത്രം അറിയുന്നവർക്കും വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസൈന് വേണ്ട മെറ്റീരിയൽസിനെ പരിചയപ്പെടാം. ഈ കുർത്തിയുടെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സിലോട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം. ട്രേസ് ചെയ്തെടുക്കാൻ ഞാൻ ഇതുപോലുള്ള കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ട്രേസ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡിസൈൻ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫ്ലവേഴ്സ് വരച്ചിട്ടില്ല, കാരണം ലേസി ഫ്ലവേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫ്ലവറിൻ്റെ വലുപ്പമായിരിക്കില്ല നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ വലുപ്പം കൊടുക്കാം. പിന്നീട് ഇപ്പോൾ ഈ ഡിസൈൻ ഇരിക്കുന്നത് കുറച്ച് താഴോട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് കുറച്ചുകൂടി നീട്ടി നമുക്ക് ഡിസൈൻ കൂട്ടി കൊടുക്കാം. അടുത്തായി നമുക്ക് വേണ്ടത് ത്രെഡ്സ് ആണ്. ലീഫിനും സ്റ്റെംസിനും വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് പല കളേഴ്സിലുള്ള ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 സൈസുള്ള നീഡിൽ വേണം. അതായത് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഗോൾഡൻ കളർ ബീഡ്സാണ് വെക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ ആങ്കർ ത്രെഡിന് വേണ്ടിയിട്ടും അടുത്തതായി ഈ ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ടുള്ള സ്മോൾ സൈസ് നീഡിലും. ഡിസൈൻ ചെയ്യുന്ന ഭാഗത്തായിട്ട് ഹൂപ്പ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ്. എന്നാൽ പോലും നമുക്ക് ചെറിയ റിങ് ഇട്ടിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റെംസ് ആണ്. സ്റ്റെംസ് ചെയ്യാൻ ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. ഗ്രീൻ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ഫുൾ എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഡ്രസ്സിൻ്റെ താഴത്തു നിന്നും നീഡിൽ കുത്തി മേലോട്ടെടുക്കുക. ഇതുപോലെ എടുക്കണം. പിന്നീട് ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ കുറച്ച് അകലെയായിട്ട് ഇതുപോലെ നീഡിൽ കുത്തി താഴോട്ടെടുക്കുക. ഒപ്പം തന്നെ ഈ 2 ത്രെഡിൻ്റെ നടുവിലൂടെ താഴ്ത്തുനിന്ന് മുകളിലോട്ട് എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ തൊട്ട് അടുത്തായി ഇങ്ങനെ കുത്തുക. ഒപ്പം തന്നെ സെൻറ്ററിൽ നിന്നല്ല ഇനി കുത്തിയെടുക്കേണ്ടത്. ഇനി നമ്മൾ താഴത്തുനിന്ന് കുത്തിയെടുക്കേണ്ടത് ഈ ത്രെഡിൻ്റെ ഇവിടുന്ന് ഈ ത്രെഡ് ഇരിക്കുന്ന ആ സെയിം ഹോളിൽ നിന്ന് വേണം കുത്തി മേലോട്ടെടുക്കാൻ. പിന്നെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന ത്രെഡില്ലേ, അത് എപ്പോഴും നമ്മൾ ഏത് ഡയറക്ഷനിലാണോ എടുക്കുന്നത് ആ സെയിം ഡയറക്ഷനിൽ വേണം ഇടാൻ. ഇപ്പോൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മുടെ ഈ ത്രെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ത്രെഡ് എടുക്കണം. ലീഫിന് ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ലീഫിൻ്റെ ഈ അറ്റത്തു നിന്നും സൂചി എടുക്കുക.
ഇതുപോലെ എടുക്കുക. അടുത്തായി കുറച്ച് നീക്കി ഇവിടെ കുത്തിയെടുക്കണം. പിന്നീട് ഈ എടുത്തിരിക്കുന്ന ത്രെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ കുത്തി മേലോട്ടെടുക്കണം. പിന്നീട് ഈ ത്രെഡിൻ്റെ താഴെ അടുത്തായി നമുക്ക് റൈറ്റിൽ നിന്ന് കുത്തി മേലോട്ടെടുക്കണം. നമ്മൾ ഈ ലീഫിന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ചിനാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുക. അതായത് സ്ട്രെയിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണതിനാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ചാണ് ഞാൻ ഈ ലീഫെല്ലാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്തായി നമുക്ക് ഫ്ലവേഴ്സ് തുന്നാം. ഫ്ലവേഴ്സ് തുന്നാൻ വേണ്ടി 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. പല കളേഴ്സ് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് തുന്നുന്നത്. ലേസി ഡേസി ഫ്ലവേഴ്സാണ് നമ്മൾ തുന്നുന്നത്. ലേസി ഡേസി ഫ്ലവേഴ്സ് തുന്നാൻ വേണ്ടി ആദ്യമായിട്ട് ത്രെഡ് ഇതുപോലെ എടുക്കണം. അതിനുശേഷം ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ തൊട്ടടുത്തുനിന്നായി ഇതുപോലെ സൂചി കുത്തി ഇതുപോലെ എടുക്കാം. പിന്നീട് ഈ ഫസ്റ്റ് വന്ന ത്രെഡ് ഈ നീഡിലിൻ്റെ താഴോട്ടായിട്ട് എടുക്കുക. മെല്ലെ നീഡിൽ വലിച്ചെടുക്കണം. മെല്ലെ വലിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഫ്ലവറിൻ്റെ ഈ പെറ്റൽ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഒത്തിരി ടൈറ്റ് ആക്കാനും പാടില്ല, എന്നാൽ ലൂസാവാനും പാടില്ല. അടുത്തായി നമുക്ക് വേണ്ടത് ഇവിടെ നിന്നാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ സൂചി താഴത്തുനിന്ന് മെല്ലെ എടുക്കുക, താഴോട്ട് കുത്തി ഇതുപോലെ എടുക്കണം. പിന്നീട് ഈ ത്രെഡ് നീഡിലിൻ്റെ താഴോട്ട്. നമ്മുടെ ലേസി ഡേസി ഫ്ലവേഴ്സ് വരിക. അടുത്തായി നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇതുപോലുള്ള ബീഡ്സ് വെച്ച് കൊടുക്കാം. ബീഡ്സ് അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ടായാലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബീഡ്സാണ്, ഗോൾഡൻ കളർ ബീഡ്സാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നത്.